ഒരാഴ്ചക്കാലം നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. എക്സാലോജിക് CMRL ഇടപാടുകളിൽ വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകിയതാണ് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലൊന്ന്. അതേസമയം ജബൽപൂരിൽ മലയാളി വൈദികരെ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ മർദ്ദിച്ച സംഭവത്തിൽ 4 ദിവസത്തിന് ശേഷം കേസെടുത്തതും കഴിഞ്ഞ ആഴ്ചയിലെ സംഭവ വികാസങ്ങളിലൊന്നായി മാറി. എക്സാലോജിക് CMRL ഇടപാടുകളിൽ വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകിയതാണ് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലൊന്ന്. നേതാക്കളുടെ മക്കൾ ചെന്നുപെടുന്ന കേസുകളിൽ ഇതുവരെയും CPM സംരക്ഷണ കവചം ഒരുക്കിയിരുന്നില്ല. വീണ വിജയന്റെ കാര്യത്തിലൊഴിച്ച് ചെയ്യാത്ത സേവനത്തിന് വീണയുടെ കമ്പനി 2.7 കോടി രൂപ വാങ്ങിയെന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ CPM കേന്ദ്ര സർക്കാരിന്റെ ഗൂഢാലോചന ആരോപിച്ചു. അതുകൊണ്ട് തന്നെ വീണയ്ക്കെതിരെ കുറ്റപത്രമാകുമ്പോൾ പ്രതിരോധത്തിലാകുന്നത് പാർട്ടി കൂടിയാണ്. കോടിയേരി ബാലകൃഷ്ണന്റെയും EP ജയരാജന്റെയും മക്കൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ കൈ കഴുകി നിന്ന പാർട്ടി വീണയ്ക്കെതിരായ ആരോപണം മുഖ്യമന്ത്രിയെ കൂടി ലക്ഷ്യമിടുന്നുവെന്ന തിരിച്ചറിവിലാണ് പ്രതിരോധിക്കാൻ തീരുമാനിച്ചത്. പാർട്ടി കോൺഗ്രസിനിടയ്ക്ക് മാത്രമല്ല, പിണറായി വിജയനും സ്റ്റാലിനും 2 മുഖ്യമന്ത്രിമാരും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സെമിനാർ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഇന്നലെ നടന്നു. ആ ദിവസം നോക്കിയിട്ടാണ്. ആ സെമിനാറോ നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ്. ഫെഡറൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഇത് സംബന്ധിച്ചിട്ടുള്ള ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയിൽ ഉത്കണ്ഠയുള്ളവർക്കും ഒക്കെ താല്പര്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മുഴുവൻ തിരിച്ചുകൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശം ഇതിനകത്തുണ്ട്. മുഖ്യമന്ത്രിക്കോ ഗവൺമെന്റിനോ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള അഴിമതിയും നടത്തിയിട്ടില്ല. അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല എന്ന് ഇത്രയും ആധികാരികമായി കോടതികൾ വിധി എഴുതിയിട്ടുള്ള മറ്റൊരു സന്ദർഭം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിലേക്കകത്ത് ഇപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ്. അതിനകത്ത് പാർട്ടി ഗവൺമെന്റ് അവരുടെ സമീപനത്തെ സംബന്ധിച്ച് കോടതികളുടെ വിധിപ്പകർപ്പുകൾ നമ്മുടെ മുൻപിലെല്ലാം ലഭ്യമാണ്. ഇത് രാഷ്ട്രീയ പ്രേരിതമായി ഇതൊരു ഗൂഢാലോചനയോടുകൂടിയാണോ എന്ന് ആളുകളാകെ സംശയിക്കുന്ന തരത്തിൽ തന്നെ ആണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് വിവിധ ഏജൻസികൾ പരിശോധിച്ചതാണ്, കോടതികൾ പരിശോധിച്ചതാണ്. അപ്പോൾ ഈ സമയത്ത് ഇത് വരുന്നതിനകത്ത് ജനങ്ങൾക്ക് സംശയമുണ്ട്. സ്വാഭാവികമായി ആ സംശയം ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയമായ ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് CPM കാണുന്നത്. അതൊന്നും കോടതിയിൽ നിലനിൽക്കുന്നതല്ല. വിജിലൻസ് അന്വേഷണം കഴിഞ്ഞ് കോടതി കേസെടുക്കാൻ ആവശ്യമായിട്ട് യാതൊന്നും ഇതിലില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ അവസരത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവിനെ പോലും മറികടന്നുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിലൂടെയായിരുന്നു പാർട്ടി വീണയ്ക്കായി ആദ്യം പ്രതിരോധം തീർത്തത്. 2 സ്വകാര്യ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ബിസിനസ് ഏർപ്പാടിൽ മുഖ്യമന്ത്രിയിലേക്ക് ആരോപണത്തിന്റെ മുനക്കൂർപ്പിക്കേണ്ടതില്ലെന്നായിരുന്നു പ്രതിരോധത്തിന്റെ കാമ്പ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വീണയെ പ്രതിരോധിച്ച് രംഗത്തുവന്നു. 6 മാസം കൊണ്ട് തീരേണ്ട SFIO അന്വേഷണം നീണ്ടപ്പോൾ സ്വർണ്ണക്കടത്ത് കേസ് പോലെ മറ്റൊരു ആരോപണമായി എക്സാലോജിക്കിലെ അന്വേഷണമെന്നും പാർട്ടി വിശദീകരിച്ചു. അന്വേഷണം പൂർത്തിയാകുകയും പ്രോസിക്യൂഷനെ കേന്ദ്ര കമ്പനികാര്യ നിയമ മന്ത്രാലയം അനുമതി നൽകുകയും ചെയ്തതിന് ശേഷമാണ് മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി ഡൽഹിയിൽ അനൌദ്യോഗിക കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് പുറത്തുവരുന്ന സൂചന. അന്വേഷണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കെ കേന്ദ്രത്തെ സ്വാധീനിക്കാനായിരുന്നു കൂടിക്കാഴ്ചയെന്ന ആരോപണം പ്രതിപക്ഷം നിയമസഭയിൽ ഉയർത്തുകയും ചെയ്തു. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ അന്വേഷണം ഏകപക്ഷീയമാണെന്നും ആരോപണ വിധേയയായ വീണയെ കേൾക്കാതെയാണെന്നുമായിരുന്നു പ്രതിരോധം. SFIO വീണയുടെ മൊഴിയെടുത്ത ശേഷമാണ് കുറ്റപത്രം തയ്യാറായത്. അതേസമയം CMRL എക്സാലോജിക് ഇടപാട് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ വിദൂരമല്ലെന്ന് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. ഇടപാടിൽ നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ലെന്ന നിലപാടിൽ CPM ഉറച്ചു നിൽക്കുന്നുണ്ടോയെന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു. ഞാൻ ഒരു കാര്യം നിസ്സംശയം പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിപട്ടികയിൽ വന്നിരിക്കുകയാണ്. നിസ്സംശയം ഞാൻ പറയുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമല്ല. നിങ്ങൾക്ക്
എത്ര വേണമെങ്കിലും അത് വൈകിപ്പിക്കാൻ ശ്രമിക്കാം, എത്ര വേണമെങ്കിലും പ്രചണ്ഡമായ പ്രചരണം നടത്താം, കേസുകൾ പരാജയപ്പെട്ടു എന്ന് പറയാം. പക്ഷേ ഞാൻ കേരളത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു, പിണറായി വിജയൻ പ്രതിപ്പട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമല്ല. എനിക്ക് സംശയമില്ല അക്കാര്യത്തിൽ. പിന്നെ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കും. അദ്ദേഹം ഇപ്പോൾ അവസാനമായി പറഞ്ഞ കാര്യം ഹൈക്കോടതി വിധിയുടെ 61ാമത്തെ പാരഗ്രാഫിൽ മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കാത്ത എന്തുകൊണ്ടെന്ന് ചോദിച്ചു എന്നാണ്. ഒന്നെങ്കിൽ അദ്ദേഹം ഒരു അഭിഭാഷകനല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ തെറ്റു പറയുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ കാര്യം പറഞ്ഞു കൊടുത്ത ആള് അദ്ദേഹത്തെ ഒരു വിഡ്ഢിയാക്കുന്ന രീതിയിലാണ് കാര്യം പറഞ്ഞു കൊടുത്തത്. കാരണം അതിൻ്റെ അകത്ത് താഴെയുള്ള വിജിലൻസ് കോടതി മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കാത്തത് കൊണ്ട് ഈ പരാതി രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ കാര്യം പരാമർശിച്ചതിന് ശേഷം, as I have stated in the facts related by the petitioner might probably spark suspicion. It was premature for the special court to observe that political motive might have triggered the revision petition for institution of the prosecution of the complaint. In my view, the observation was unwarranted and the same stand quashed. അതായത് ഗോവിന്ദൻ പറഞ്ഞതിന്റെ നേരെ ഘടകവിരുദ്ധമാണ് ഹൈക്കോടതി വിധിയിൽ പറഞ്ഞത്. മറ്റുള്ളവർക്കെതിരെ പരാതി കൊടുത്തില്ല എന്നതുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന പരാമർശം കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്തതാണ് 61ാമത്തെ പാരഗ്രാഫ്. അങ്ങ് ഒന്നുകൂടി നല്ലപോലെ അത് വായിക്കണം. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അങ്ങേ പോലെ ഒരാള് ഇതുപോലുള്ള കാര്യങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയരുത് എന്ന് വളരെ വിനയത്തോടു കൂടി അങ്ങേ ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഹൈക്കോടതി അതിൽ ഇന്റർവ്യൂ ചെയ്യാൻ മടിച്ചെങ്കിലും ഹൈക്കോടതി വിധിയുടെ 63ാമത്തെ പാരഗ്രാഫ്, in the present case the complaint would only place certain materials highlighting suspicions based on the allegations in the complaint and not facts constituting the offence alleged. അതായത് അറ്റ്ലീസ്റ്റ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു, ഇന്ന് അഴിമതി നടന്നുവെന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇറ്റ് മേ ടേക്ക് സം ടൈം. ശരിയാണ്, എൻ്റെ പോരാട്ടം, എൻ്റെ അധ്വാനം, എൻ്റെ ഈ ഒരു കാര്യത്തിലുള്ള മുമ്പോട്ടുള്ള യാത്രയിൽ ഒരുപക്ഷെ സമയമെടുത്തെന്ന് വരും കോടതികൾക്ക് ബോധ്യപ്പെടാൻ, കോടതികൾക്ക് 100%. കാരണം ഈ ഒരു വിധി തിരിച്ചായിരുന്നുവെങ്കിൽ മകളോടൊപ്പം പിണറായി വിജയൻ ഇന്നത്തെ ദിവസം പ്രതിപട്ടികയിൽ നിൽക്കുമായിരുന്നു. ഞാൻ പോരാട്ടം നടത്തുന്ന ആരോടാണെന്ന് എനിക്കറിയാം. സർവാധികാരവും കയ്യിലുള്ള ഉഗ്രപ്രതാപശാലിയായ പിണറായി വിജയനോടാണ് ഈ കേവലം ഒരു ആദ്യവട്ട MLA ആയ സാധാരണക്കാരനായ ഞാൻ പോരാടുന്നത് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഈ പോരാട്ടത്തിൽ ഇറങ്ങി തിരിക്കുമ്പോഴേ ഇത് എൻ്റെ വെല്ലുവിളി എത്ര വലുതാണ് എന്ന ഉത്തമമായ ബോധ്യം എനിക്കുണ്ട്. നിയമ സംവിധാനങ്ങളിലുള്ള പരിമിതികളും നിയമ സംവിധാനങ്ങളെ എന്തുമാത്രം സമ്മർദ്ദപ്പെടുത്തുമെന്നൊക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ എനിക്കുണ്ട്. പക്ഷേ ഞാൻ ഇന്നും ആവർത്തിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ കാര്യത്തിൽ നടന്നിട്ടുള്ളത് പച്ചയായ അഴിമതിയാണ്, കൊള്ളയാണ്, കൊടും കൊള്ളയാണ്. പക്ഷേ ആരെയൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞാലും മുകളിലുള്ള ഒരാളെ കവർ ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിപട്ടികയിൽ വന്നത്. അല്ലെങ്കിൽ മറ്റൊരു ക്യാപ്സ്യൂൾ അവർ പ്രയോഗിക്കുമായിരുന്നു. എന്താണ്? കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഈ വിഷയം സംസാരിച്ചപ്പോൾ CPM-ന്റെ ഔദ്യോഗികമായിട്ടുള്ള ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് നിർമ്മല സീതാരാമന്റെ കിങ്കരന്മാർ എഴുതിവിടുന്ന കടലാസുകൾക്ക് ഞങ്ങൾ വില കാണുന്നില്ല എന്നാണ്. കഴിഞ്ഞ ദിവസം ഒന്നിച്ച് പുട്ടും കടലയും കഴിച്ചതുകൊണ്ട് ഇനി അത് പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പിണറായി വിജയൻ, അന്നും ഞാൻ പറഞ്ഞിരുന്നു, 1,72,00,000 അല്ല, അതിനപ്പുറം കോടികൾ ഇതേ കമ്പനിയിൽ നിന്നും വീണ വിജയൻ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇന്നത് സത്യമായി തെളിഞ്ഞ് 2.7 കോടി വീണ വിജയൻ വാങ്ങിയതായി ഔദ്യോഗികമായി കുറ്റപത്രമായി ഇന്ന് ഈ സംസ്ഥാനത്തിന്റെ നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് CPM ഇനിയും ന്യായീകരിക്കട്ടെ. ഒന്നിന് പിറകെ ഒന്നായി നേതാക്കന്മാർ വന്ന് ഈ മുഖ്യമന്ത്രിയുടെ മകളെ ന്യായീകരിച്ച് ഈ പാർട്ടിയുടെ അസ്തിത്വവും അടിവേരും നിങ്ങൾ ഇളക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങളും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങൾ എന്തുമാത്രം ന്യായീകരിക്കാൻ കഴിയുമോ അത്രയും ന്യായീകരിക്കുക. കാരണം ഈ കൊള്ളയുടെ പങ്ക് പറ്റാത്തവരായി CPM ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ന്യായീകരണം നടക്കട്ടെ. ഞാൻ പറയുന്നു, വിജിലൻസ് കേസ് തള്ളിയത് കൊണ്ട് ഞങ്ങൾ ഈ പോരാട്ടത്തിൽ നിന്നും പിന്നോട്ട് പോവില്ല. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, വസ്തുതകളുടെ ബലമുള്ള കാര്യങ്ങൾ, സത്യമായ കാര്യങ്ങൾ ഒട്ടും എക്സാജറേറ്റ് ചെയ്യാതെ, ഞാൻ എൻ്റെ പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലും ഒരു കടുക് മണിയോളം എക്സാജറേറ്റ് ചെയ്യാതെ ഫാക്സിനെ മാത്രം ടച്ച് ചെയ്താണ് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ പിണറായി വിജയൻ കൈവശം വെച്ചിരിക്കുന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അധികാരം, ഈ കമ്പനി നടത്തുന്ന മലിനീകരണവുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയാണ്.
അവർക്കെതിരെ എത്രയോ ആളുകൾ പെരിയാറിന്റെ പുഴ മലിനീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട എത്ര നൂറുകണക്കിന് പരാതികൾ ഈ സർക്കാരിന് ലഭിച്ചു. ഒന്നിനും ആക്ഷൻ ഉണ്ടാവാത്ത എന്തുകൊണ്ടാണ്? മകൾക്ക് മാസാമാസം അക്കൗണ്ടിലേക്ക് പണം നൽകുകയാണ്. അതുകൊണ്ട് അഴിമതി നടക്കണമെന്നുണ്ടെങ്കിൽ സേവനം നിർബന്ധമല്ല, ചെയ്യേണ്ട ജോലി ചെയ്യാതിരിക്കുന്നതിന് പണം കൊടുക്കുന്നതും അഴിമതിയാണ്. ചെയ്യേണ്ട ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കുന്നതിന് നൽകുന്ന പണവും അഴിമതിയാണ്. അതാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിയും ഈ സംവിധാനങ്ങളും ചെയ്തിട്ടുള്ളത്. ഇനിയും ഈ വിഷയം അതിശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഞാൻ പറയുന്ന ഔദ്യോഗികമായി കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു, എന്തെങ്കിലും രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനമൊഴിയണം, അതല്ലെങ്കിൽ നാളുകളിൽ അദ്ദേഹത്തിന് സ്ഥാനമൊഴിയേണ്ട സാഹചര്യം ഉണ്ടാകും. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ പ്രതി ചേർത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് കമ്പനി ഉടമയുമായ വീണ വിജയനെ അറസ്റ്റ് ചെയ്തേക്കില്ല. അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതിനാൽ അറസ്റ്റിനുള്ള വ്യവസ്ഥയില്ലെന്നാണ് SFIO വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. നേരത്തെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് വീണയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയത്. ഇടപാടുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിലും വീണയെ പ്രതി ചേർത്തിട്ടുണ്ട്. വ്യാഴാഴ്ചയാണ് SFIO കുറ്റപത്രം എറണാകുളം ജില്ലാ കോടതിയിൽ സമർപ്പിച്ചത്. ഈ കുറ്റപത്രം ഇനി എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിലാണ് പരിഗണിക്കുന്നത്. SFIO നൽകിയ കുറ്റപത്രം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നതാണോ എന്ന പരിശോധന ആ ഘട്ടത്തിലാണ് നടക്കുക. കുറ്റം നിലനിൽക്കുന്നതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. തുടർന്ന് മാത്രമേ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർ നിയമപരമായി പ്രതി ചേർക്കപ്പെടുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അതിനുശേഷമേ വിചാരണ നേരിടേണ്ടതായുള്ളൂ. വീണയെ കൂടാതെ CMRL MD ശശിധരൻ കർത്ത, CMRLലെ മറ്റു ചില ഉദ്യോഗസ്ഥർ, CMRL എക്സാലോജിക് കമ്പനി എന്നിവരും കേസിൽ പ്രതികളാണ്. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. CMRLന്റെ സാമ്പത്തിക ഇടപാടുകളിലെ ദുരൂഹതകളും SFIO അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 182 കോടി രൂപ രാഷ്ട്രീയ നേതാക്കൾക്ക് ഉൾപ്പെടെ കമ്പനി വകമാറ്റി നൽകിയെന്നാണ് കണ്ടെത്തൽ. ശശിധരൻ കർത്തയുടെ മരുമകൻ അനിൽ ആനന്ദ പണിക്കർക്ക് 13 കോടി രൂപ കമ്മീഷൻ ഇനത്തിൽ വകമാറ്റി നൽകിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ ആയതുകൊണ്ട് ആയിരിക്കുമല്ലോ സേവനമൊന്നും നൽകാതെ പണം നൽകിയതെന്നും മുഖ്യമന്ത്രി ധാർമ്മികത ഉയർത്തിപ്പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് KC വേണുഗോപാൽ രംഗത്ത് എത്തിയിരുന്നു. അല്ല, കോൺഗ്രസ് ഇന്നലെ ആവശ്യപ്പെട്ടല്ലോ, പ്രതിപക്ഷ നേതാവും PCC പ്രസിഡന്റിൻ്റെയും ഡിമാൻഡ് തീർത്തും ന്യായമായ ഡിമാൻഡാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഏറ്റവും ഗൗരവതരമായിട്ടുള്ള വിഷയമാണ്. SFIO അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ പണം കൈപ്പറ്റി പ്രതിഫലം ഒന്നും നൽകാതെ പണം പറ്റി, അതായത് സേവനമൊന്നും നൽകാതെ പണം പറ്റി എന്നുള്ളതാണ് കണ്ടെത്തൽ, ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കണ്ടെത്തൽ. അത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണല്ലോ സേവനമൊന്നും നൽകാതെ പണം നൽകുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് വന്നു ചേരുന്നത് മുഖ്യമന്ത്രിയിൽ തന്നെയാണ്, മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വത്തിൽ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ കാര്യത്തിൽ ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം, അല്പമെങ്കിലും ഉണ്ടെങ്കിൽ എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അല്ല, അവർ രാഷ്ട്രീയ അജണ്ട രാഷ്ട്രീയമായിട്ട് നേരിടട്ടെ, പക്ഷേ ഈ കണ്ടെത്തലിനെ അവരെങ്ങനെയാണ് കാണുന്നത്? ഇതൊരു വസ്തുതാപരമായിട്ടുള്ള റിപ്പോർട്ടല്ലേ? പണം വാങ്ങിച്ചിട്ടുള്ളത് വസ്തുതാപരമായ റിപ്പോർട്ട്, സേവനമൊന്നും നൽകിയിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമായ റിപ്പോർട്ട്. ഇത് രണ്ടും കമ്പനി തന്നെയാണ് സേവനം നൽകിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പണം കൊടുത്ത കമ്പനി തന്നെയാണ് സേവനമൊന്നും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞത്. അതിനെങ്ങനെ അവർക്ക് കൺഫ്രണ്ട് ചെയ്യാൻ പറ്റുന്നത്? അവർ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് പോരാടട്ടെ, പക്ഷേ ഇത് വായിക്കുന്ന ജനങ്ങളും നാട്ടിലെ ആളുകൾക്കും മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. ഈ കാര്യത്തിൽ നടന്നത് ഗുരുതരമായിട്ടുള്ള അഴിമതിയാണ്. നമ്മുടെ തീരദേശത്തെ കരിമണലിലടക്കം കൊണ്ടുപോകുന്നൊരു കമ്പനി എത്ര കോടിയുടെ വെട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ അത് ഈ വെട്ടിപ്പ് നടത്താൻ സൗകര്യം ചെയ്തു കൊടുത്തത് ഗവൺമെൻറ് ആണെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഇതിനാണ് അവർ സേവനമൊന്നുമില്ലാതെ കിക്ക് ബാക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ അഴിമതിയാണിത്. ഈ പണത്തിൻ്റെ മാത്രം തുകയിൽ പരിമിതപ്പെടുത്തുന്ന അഴിമതിയല്ല ഇത്. ഗോവിന്ദൻ മാഷിനെ പറ്റി ഞാനെന്ത് പറയാൻ? അദ്ദേഹത്തിന് അങ്ങനെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറിയായിട്ട് തുടരാൻ പറ്റുമോ? അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അദ്ദേഹത്തിന് അങ്ങനെ പ്രതികരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഒരു പാർട്ടി സെക്രട്ടറി പറയേണ്ടിയിരുന്നത്. അല്ല, അന്ന് എന്നോട് ചോദിച്ചു, അനൗപചാരികമായ കൂടിക്കാഴ്ച എന്ന് പറയുന്നൊരു പുതിയ ഡെഫിനിഷൻ മുഖ്യമന്ത്രിയും കേന്ദ്ര ധനകാര്യമന്ത്രിയും കൂടിക്കാണുന്നതിന് കൊടുത്തപ്പോൾ തന്നെ എന്തിനായിരുന്നു അത്? അങ്ങനെ അനൗപചാരിക കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും കൂടിക്കാഴ്ച നടത്തിയെന്ന് പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? ആരെങ്കിലും കുറ്റം പറയുമോ? അപ്പോൾ എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ ശ്രമം അന്ന് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാം പറഞ്ഞതാണ്.
CMRL എക്സാലോജിക് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പ്രതി ചേർത്തതിന് പിന്നാലെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്തു വന്നിരുന്നു. രാജിവെക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വീണയ്ക്ക് വിശദീകരണം നൽകാനുള്ള അവസരം നൽകിയ ശേഷമാണ് SFIO അവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ ധാർമ്മിക പിന്തുണയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി മകൾ പ്രതിപട്ടികയിലായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉടനടി രാജിവെക്കണം എന്നാണ് ഐക്യ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുന്നത്. കേരളത്തിലെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഇത് വളരെ വ്യക്തമായ കേസാണ്. യാതൊരു സേവനവും ചെയ്യാതെ അവരുടെ അക്കൗണ്ടിലേക്ക് 2,70,00,000 രൂപ വന്നു എന്നുള്ളതാണ്. ഒരു സേവനവും ചെയ്തിട്ടില്ല എന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് അവർക്ക് പറയാനുള്ള അവസരം കൂടി നൽകിയതിന് ശേഷമാണ് SFIO ഇങ്ങനെ പ്രതിപട്ടികയിൽ മുഖ്യമന്ത്രിയുടെ മകളെ പെടുത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരുന്നതിനൊരു ധാർമ്മികമായ പിൻബലമില്ല. അത് ചെയ്യാനും പാടില്ല. ഇതിനു മുൻപ് ഇത്തരം അവസരങ്ങളെല്ലാം ഉണ്ടായ സമയത്ത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാം ഈ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം രാജിവെച്ച ചരിത്രമാണ് നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തെ വിവിധ ഭാഗങ്ങൾക്കുള്ളത്. അതനുസരിച്ച് രാജിവെച്ച് പുറത്തു പോയാണ് ഏറ്റവും ഉത്തമമായ മാർഗം. രാജിവെക്കാതെ അധികാരത്തിൽ തൂങ്ങിപ്പിടിച്ച് കിടക്കാൻ വീണ്ടും ശ്രമിച്ചാൽ കൂടുതൽ വഷളാകുകയായിരിക്കും മുഖ്യമന്ത്രി ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക. ജനങ്ങളും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. ഒരു തെറ്റായ കാര്യമാണ് നടന്നിരിക്കുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. മുഖ്യമന്ത്രിക്ക് അതിൻ്റെ പൂർണ്ണമായ ധാർമ്മികമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത് ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അദ്ദേഹം രാജിവെക്കണം, ഉടൻ രാജിവെക്കണം. ജബൽപൂരിൽ മലയാളി വൈദികരെ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ മർദ്ദിച്ച സംഭവത്തിൽ 4 ദിവസത്തിന് ശേഷം മധ്യപ്രദേശ് പോലീസ് കേസെടുത്തതാണ് കഴിഞ്ഞ ആഴ്ചയിലെ സംഭവവികാസങ്ങളിലൊന്ന്. ഏപ്രിൽ 1-ാം തീയതി ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മഡ്ലയിൽ നിന്നും ജബൽപൂരിലെ പള്ളികളിലേക്ക് പോയ വിശ്വാസി സംഘത്തെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ബലമായി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. വിവരമറിഞ്ഞ് പോലീസ് സ്റ്റേഷനിലെത്തിയ മലയാളി വൈദികരായ ഫാദർ ഡേവിസ് ജോർജ്, ഫാദർ ടി ജോർജ് എന്നിവരെയാണ് സ്ത്രീകളടങ്ങുന്ന സംഘം പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിലിട്ട് മർദ്ദിച്ചത്. പ്രവർത്തകർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തു. എന്നാൽ കേസിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ് ജബൽപൂർ SP പറഞ്ഞത്. കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് വൈദികർ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് നടപടിയെടുത്തത്. ഇതിനിടെ സംഭവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ക്ഷുഭിതനായി. ഇതാണ് കുത്തിത്തിരിപ്പ്. എല്ലായിടത്തുമുള്ള പ്രശ്നങ്ങളാണ്. എന്താ പാലാ ബിഷപ്പിനെ കുത്തിക്കൊല്ലാൻ തീരുമാനിച്ചില്ലേ? പാലാ ബിഷപ്പിനെ പിടിച്ച് അകത്തിടാൻ തീരുമാനിച്ചില്ലേ? അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കും. ഇവിടെ നമ്മുടെ പാലയൂർ പള്ളി പൊളിക്കാൻ ആരാ വന്നേ? ഇലക്ഷന് തൊട്ടു മുമ്പാണ്. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയങ്ങളിലാണ് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, അവരിത് ജാതീയമായി ജനങ്ങളെ തിരിക്കാൻ. അപ്പൊ അവരുടെ വിഷമം എന്താ? ക്രിസ്തീയ സമൂഹം മുഴുവൻ അണിനിരന്നു. അത് കണ്ട അങ്കലാപ്പാണ്. അല്ലെങ്കിൽ പിന്നെ എന്താ ആങ്ങളെയും പെങ്ങളും വരാഞ്ഞത്? എന്താ വരാഞ്ഞേ? അല്ല, അതിനെ തിരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കണക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ചോരക്കണക്ക് കേരളത്തില് അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ. ഏതാ ചാനൽ? ഏതാ ചാനൽ? ബെസ്റ്റ്. ഏതാ? സൗകര്യമില്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. പിന്നെ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ.
പോലീസ് സ്റ്റേഷനകത്ത് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ നടന്ന ആക്രമണത്തിൽ ദൃശ്യങ്ങളടക്കം ശക്തമായ തെളിവുകളുണ്ടായിട്ടും 4 ദിവസം കേസെടുക്കാതെ നടപടികൾ വൈകിപ്പിക്കുകയായിരുന്നു ജബൽപൂർ പോലീസ്. പ്രതികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് മർദ്ദനമേറ്റ വൈദികർ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായി ജബൽപൂർ SP അറിയിച്ചത്. ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് കേസെന്നും ജബൽപൂർ SP സതീഷ് കുമാർ സാഹു പറഞ്ഞു. അതേസമയം ഫാദർ ഡേവിസ് ജോർജിന്റെ തൃശൂർ കുട്ടനെല്ലൂരിലെ വസതിയിൽ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സന്ദർശനം നടത്തി. സംഭവത്തിൽ ആശങ്കയുണ്ടെന്ന് സഹോദരൻ പറഞ്ഞു. ആശങ്ക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സേവനം ചെയ്യുന്ന ആൾക്കാരെ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ നമുക്കും വീട്ടുകാർക്ക് പ്രശ്നമില്ല. വേറൊരു തോക്ക് മതിയല്ലോ ഇതെല്ലാം അവസാനിപ്പിക്കാൻ. ഇടിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അവരെ കയ്യുമ്മ ഒരു കാണുന്ന മോതിരവും മാലയും കാണുമ്പോൾ തന്നെ പേടിയാണ്. അതേസമയം തെക്കേ ഇന്ത്യയിൽ ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുകയും വടക്കേ ഇന്ത്യയിൽ അവരെ മാരകമായി ആക്രമിക്കുകയും ചെയ്യുന്ന ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണ് BJPയും സംഘപരിവാറുമെന്ന് ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയണമെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. ജബൽപൂരിൽ മലയാളി വൈദികർക്കു നേരെ സംഘപരിവാർ സംഘടനകൾ നടത്തിയ അതിക്രമം അങ്ങേയറ്റം അപലപനീയമാണെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.